എന്റെ ദൈവമേ. അമ്പാ. പക്ഷെ ഇതന്നെയാണ് സ്പോട്ട് പോകുമാരുണ്ട് ചേട്ടാ, ഇതന്നെയാണ് പോകുമാരുടെ സ്പോട്ട്. ഇതന്നെയാണ് വേറെ എവിടെയുണ്ടോ അതുപോലെ? ഇല്ല. എല്ലാവർക്കും ജിമ്മി എക്സ്പ്ലോറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടു നിർത്തിയ ഭാഗത്തു നിന്നാണ് തുടങ്ങുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സൈലന്റ് വാലി ഫോറസ്റ്റ് സഫാരിയുടെ അവസാനത്തെ പോയിന്റ്, അതായത് ആ ടവർ പോയിന്റ് വരെയാണ് ഒന്ന് നിന്ന് നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള കാഴ്ചകളാണ് ഈ രണ്ടാം ഭാഗത്ത് കാണുന്നത്. അവിടെ നേരെ കാണുന്നതാണ് സൈലന്റ് വാലിയിലെ ഈ ടവർ പോയിന്റ്. ആ ടവറിന് മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇതിന് ചുറ്റുമുള്ള കാഴ്ചകളെല്ലാം വളരെ ഭംഗിയായിട്ട് കാണാവുന്നതാണ്. അധികം കയറാൻ പറ്റാത്തവർക്ക് 10 മീറ്റർ കയറി കഴിഞ്ഞാൽ തന്നെ ഇരിക്കാനായിട്ടൊരു സ്ഥലമുണ്ട്. അവിടെ വരെയെങ്കിലും നിങ്ങൾ കയറണം. അതിനുശേഷം വീണ്ടും ഒരു 20 മീറ്റർ കൂടി നമുക്ക് മുകളിലേക്ക് കയറാനുണ്ട്. നമുക്കത് മുഴുവൻ കയറി അതിൻ്റെ കാഴ്ചകളെല്ലാം കാണാം. നമുക്ക് പതുക്കെ ഇതിൻ്റെ മുകളിലേക്ക് കയറാം. താഴെ തന്നെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, 12 പേരിൽ കൂടുതൽ ഒരു സമയത്ത് ഇതിലേക്ക് കയറരുത് എന്നുള്ളത്. കാരണം അതിൻ്റെ ലോഡിങ് കപ്പാസിറ്റി ആയതുകൊണ്ടാണ്. കൂടുതൽ പേര് കയറി കഴിഞ്ഞാൽ അതിന് ക്ഷതമേൽക്കും. അതുകൊണ്ട് അവരിറങ്ങിയതിന് ശേഷം മാത്രമാണ് രണ്ടാമത്തെ ട്രിപ്പിനുള്ള ആൾക്കാർക്ക് കയറാൻ പറ്റുള്ളൂ. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടു കാണും, നമ്മളുള്ള ജീപ്പ് വരുന്ന സമയത്ത് ജീപ്പുകളെല്ലാം തിരിച്ചു പോകുന്നത്. കാരണം 12 മണിക്കുള്ള ട്രിപ്പിലാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. അതായത് രണ്ടാമത്തെ ട്രിപ്പിന്റെ ആദ്യത്തെ വാഹനമായിരുന്നു ഞങ്ങളുടെ. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഫസ്റ്റ് ട്രിപ്പിന്റെ വാഹനങ്ങൾ തിരിച്ചു പോകുന്നതാണ് കണ്ടത്. ആദ്യത്തെ വാഹനമായതുകൊണ്ട് തന്നെ ഇവിടെ ഒരു തിരക്കുണ്ടായിരുന്നില്ല. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഇവിടെ 1970 ഈ കുന്തിപ്പുഴയ്ക്ക് കുറുകെ ഒരു ഡാം കിട്ടുന്നതിന് വേണ്ടി ഉള്ളൊരു ശ്രമം നടന്നിരുന്നു. അതിനുവേണ്ടി പണിത റോഡാണത്. പിന്നീട് അത് ഉപേക്ഷിച്ചു. കാരണം ഏതാണ്ട് 10 സ്ക്വയർ കിലോമീറ്റർ വനം വെള്ളത്തിനകത്ത് ആകുമെന്നുള്ള കാരണം കൊണ്ട് തന്നെ അത് ഉപേക്ഷിച്ചു. അതിനുശേഷമാണ് ഇവിടെ ഒരു ടവർ നിർമ്മിച്ച് ഈ റോഡ് ഒക്കെ അല്പം കൂടി മെച്ചപ്പെടുത്തി ഇതൊരു എക്കോ ടൂറിസം പോയിന്റായിട്ട് തുടങ്ങിയത്. ഇവിടെ നമ്മൾ 21 കിലോമീറ്റർ കഴിഞ്ഞാൽ ഇവിടെ കാണുന്ന ഈ 1 കിലോമീറ്റർ മാത്രമാണ് ഈ നിബിഡ വനത്തിനുള്ളിലേക്കുള്ള നമുക്കുള്ള പ്രവേശനം. ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുന്തിപ്പുഴയുടെ ഉത്ഭവം കാണാം. അതുപോലെ തന്നെ ഈ ചുറ്റുമുള്ള മലനിരകളെല്ലാം വളരെ വൃത്തിയായിട്ട് കാണാനായിട്ട് കഴിയും. നമുക്കിനി ടവറിന് ചുറ്റുമുള്ള കാഴ്ചകളൊന്ന് കാണാം. നമുക്ക് ടവറിന്റെ ഏറ്റവും മുകളിലേക്ക് നടന്നു കയറാം. ഏറ്റവും മുകളിൽ നിന്നുള്ള കാഴ്ചകളാണ്. ചുറ്റും 360 ഡിഗ്രിയിൽ നമുക്ക് വളരെ മനോഹരമായിട്ട് കാണാവുന്ന ഒരു കാഴ്ചകളാണ്. അതുകൊണ്ട് നമ്മൾ പതുക്കെ ടവറിന്റെ മുകളിലേക്ക് കയറുകയാണ്. മുകളിൽ നിന്നുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് കാണാം. ഞാൻ അവിടെ പ്രത്യേകിച്ചൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം കാറ്റിന്റെ ശബ്ദമുണ്ട്. നല്ല കാറ്റാണ് ഇവിടെ മുകളിൽ കയറുമ്പോൾ. നമുക്കെന്തായാലും ഏറ്റവും മുകളിൽ നിന്നുള്ള കാഴ്ചകളൊന്ന് കണ്ടതിന് ശേഷം താഴേക്ക് ഇറങ്ങാം. അപ്പം അതൊക്കെ മുകളിലേക്ക് കയറാം. ഏതാണ്ട് 1.5 കിലോമീറ്റർ ദൂരത്തിൽ ഒഴുകുന്ന കുന്തിപ്പുഴയാണ് അവിടെ നേരെ കണ്ടത്. രണ്ടാമത്തെ ഒരു വാഹനം എത്തിയിട്ടുണ്ട്. അവിടെ താഴെ കുറച്ച് ആളുകളെ കാണുന്നുണ്ട്. മുകളിലത്തെ കാഴ്ചകളെല്ലാം അങ്ങനത്തെ പതുക്കെ താഴേക്ക് ഇറങ്ങുകയാണ്.
അവിടെ താഴെ കാണുന്ന കുന്തിപ്പുഴയാണ്. ഏതാണ്ട് 1.5 കിലോമീറ്റർ അപ്പുറം നമ്മൾ നടന്നു പോയി കാണാവുന്നത് കുന്തിപ്പുഴയുടെ ഉത്ഭവം. പക്ഷെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ കാണാം വെള്ളം വളരെ കുറവാണ്, വർഷക്കാലമെല്ലാം കഴിഞ്ഞുകൊണ്ട്. എന്തായാലും നമ്മൾ ഇറങ്ങിയതിന് ശേഷം നമ്മൾ അല്പദൂരം നടന്ന് ഇങ്ങോട്ട് പോകുന്നുണ്ട്. നമ്മൾ ടവറിലെ കാഴ്ചകളെല്ലാം കണ്ട് താഴേക്ക് ഇറങ്ങി. താഴെ ചെറിയൊരു ഗാർഡൻ ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ സ്റ്റാഫിനുള്ള ക്വാർട്ടേഴ്സ്, പിന്നെ ഒരു ക്യാൻറ്റീൻ ഉണ്ട് ഇവിടെ. ആ ക്യാൻറ്റീനിനകത്ത് മീൽസ് ഒന്നുമില്ല, പക്ഷെ നമുക്ക് ചായയും കോഫിയും സ്നാക്സ് എല്ലാം കിട്ടുന്നതാണ്. സൈലന്റ് വാലിയുടെ സ്റ്റാർട്ടിങ് കഴിഞ്ഞാൽ ഇവിടെയാണ് ഒരു ക്യാൻറ്റീൻ ഉള്ളത്. 22 കിലോമീറ്ററിന് ശേഷം നമുക്ക് ആ ഗാർഡനിൽ കൂടെ എല്ലാം നടന്ന് ഗാർഡൻ എല്ലാം കണ്ട് ക്യാൻറ്റീൻ കണ്ട് അതിനുശേഷം പുഴയുടെ ഭാഗത്തേക്ക് നടക്കാം. നമുക്കാണെങ്കിൽ ഇത് 60 സ്ക്വയർ കിലോമീറ്റർ വെള്ളത്തിലാവും കുറേ ടവറിനുള്ള കാഴ്ച. അതുകൊണ്ട് അപ്പൊ വേണ്ടെന്ന് വെച്ചു അത്രയ്ക്കും വെള്ളം വരുന്നുണ്ടാവും അല്ലേ? കെട്ടി നിൽക്കുന്നത്. അപ്പൊ ഇവരിതൊന്നും ആലോചിച്ചിട്ടല്ല തുടങ്ങുന്നത്. നമ്മളെല്ലാം കഴിഞ്ഞിട്ട് ആലോചിക്കണേ. ഇവിടെ കാണുന്നതാണ് ഇവിടുത്തെ സ്റ്റാഫിന് താമസിക്കാനുള്ള ക്വാർട്ടേഴ്സ്. ഇതൊക്കെ ആരാ മെയിൻറ്റെയിൻ ചെയ്ത്? ക്വാർട്ടേഴ്സിനോട് അനുബന്ധിച്ച് ഉള്ള ഈ ഗാർഡൻ വളരെ മനോഹരമായി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഷോപ്പ് അല്ല, താഴ്ത്തുപാടല്ല. ഇത് ഇവരൊക്കെ സ്റ്റാഫൊക്കെ താമസിക്കാൻ വേണ്ടിയാണ്. അവരെ മെസ്സിന് താമസിക്കാൻ ഇവരെല്ലാം ഓരോരുത്തരും നമ്മളിവിടെ താഴെ ഇറങ്ങി വന്നു കഴിഞ്ഞാല് ഒരു ഫോട്ടോ ഗാലറി ഉണ്ട്. ഇവിടെയുള്ള സസ്യങ്ങളുടെ എല്ലാം ചെടികളുടെ എല്ലാം ഫോട്ടോകളാണ്. ഇതിന്റെ ഉള്ളിലുള്ള ഫോട്ടോസൊന്നും ഞാനിവിടെ കാണിക്കുന്നില്ല, കാരണം ഓരോന്ന് നമ്മൾ വായിച്ച് മനസ്സിലാക്കേണ്ടതാണ്. നമ്മൾ പുറമേലുള്ള ഫോട്ടോകൾ മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഉൾഭാഗത്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അത് ഇവിടെ ഈ വീഡിയോനകത്ത് കാണിച്ചിട്ടില്ല. അതാണ് ഇപ്പൊ റിപ്പയർ എന്ന് പറഞ്ഞ ഒരു വണ്ടി വന്നില്ല മുമ്പില്. അത് ഈ തൂക്കുപാലത്തിന്റെയാണോ? താഴെയാണ് 1.5 കിലോമീറ്റർ പുഴയില് ആനക്ക് കിടക്കാതിരിക്കുള്ള. ഇവിടെ ഒരു തൂക്കുപാലം ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് നശിച്ചിരിക്കുകയാണ്. അതിന്റെ മെയിൻ്റെനൻസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, റിപ്പയർ നടന്നിരിക്കുന്നുണ്ട്. ഇവിടെ കാണുന്ന ഒരു ട്രഞ്ചാണ്. ഇവിടെ ക്വാർട്ടേഴ്സിന് ചുറ്റും ഈ ട്രഞ്ചുണ്ട്. ആനകൾ ഇതിനകത്ത് കയറാതിരിക്കാൻ വേണ്ടിയാണ്.
താഴേക്ക് പോകണമല്ലോ, നമ്മൾ കയറി പോകണ്ടാവില്ല. അവിടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് കണ്ട പോലെ ഇവിടെ നിന്ന് 1.5 കിലോമീറ്റർ നടക്കണം നമ്മള് കുന്തിപ്പുഴ കാണുന്നതിന് വേണ്ടി. പുഴയിലേക്കല്ല പോണ്ട, ആയിക്കോട്ടെ. എന്നാ ചായ കുടിച്ചിട്ട് കുറച്ചേ താഴത്ത് നടന്നിട്ട് തിരിച്ചങ്ങനെ കയറി പോവാന്ന്. ഇവിടെയാണ് ഞാൻ പറഞ്ഞ ക്യാൻറ്റീൻ ഉള്ളത്. നേരെ കാണുന്നത് ക്യാൻറ്റീനിൽ നിന്ന് ചായ കുടിച്ച് ഞങ്ങൾ അല്പം കൂടി താഴേക്ക് നടക്കാമെന്ന് തീരുമാനിച്ചു. കാരണം അവിടെ പോയിട്ട് കാര്യമില്ല, കാരണം അവിടെ വെള്ളമൊന്നുമില്ല. കുറച്ച് ദൂരം കൂടി നടന്നിട്ടാണ് ഞങ്ങള് വരാമെന്ന് വിചാരിച്ചത്. ഇവിടെ പറഞ്ഞ ടോയ്ലറ്റ് വരാനുള്ള താഴത്തൊന്നും വീണ് കിടക്കണ ഇവിടെ മുകളിൽ കാണുന്നത് ഉറുമ്പിന്റെ കൂടാണ്. ഈ കാട്ടിൽ ഉണ്ടാവുന്ന ചെടികൾ കുറെ നാട്ടിൽ പിടിക്കുകയില്ല. ഇതൊക്കെ കാട്ടുപോകും. എന്ത് ഭംഗിയായത്. അതായത് നീലക്കുറിഞ്ഞിയാണോ എന്ന് വിചാരിച്ചു ചേട്ടാ. ഇതിന്റെ ഒരു ഞങ്ങള് വീണ്ടും താഴേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പേര നോക്കൂ, പേര തന്നെ മുളച്ചു വന്നിരിക്കണേ. പേരക്ക കവിക്കുള്ള അവകാശം. ശബ്ദം കേൾക്കുന്നുണ്ട്. പേരക്ക പേരല്ലേ മുളച്ചു വന്നിരിക്കണേ. അതാ പറഞ്ഞ അതിനൊക്കെ അവകാശികൾ നെല്ലിയോ, നെല്ലിയൊക്കെ തന്നെ മുളച്ചു. അത് പറഞ്ഞ പൂ നല്ല ഭംഗി. പുഴയുടെ ഭാഗത്തേക്കുള്ള വഴി ഏതാണ്ട് 1.5 കിലോമീറ്റർ ഇതുപോലെ മണ്ണിട്ട വഴിയാണ്. പക്ഷെ അങ്ങോട്ടുള്ള ഇറക്കം തിരിച്ചു വരുമ്പോൾ നമ്മൾ കയറാനാണ് ബുദ്ധിമുട്ടുള്ളത്. ഇവിടെ കാണുന്നത് 2 ദിവസം മുമ്പ് ഇവിടെ ഇതുവഴി വന്ന ആന വന്നിരുന്നു എന്നുള്ള തെളിവാണ് ആനപ്പിണ്ടം കിടക്കുന്നത്. ഈ ഏരിയയിലുള്ള ആനയുടെ സാമീപ്യമുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തിരിച്ച് കയറി ഞങ്ങളിവിടെ മുകളിലേക്ക് എത്തിയപ്പോഴേക്കും മിക്കവാറും എല്ലാ വാഹനങ്ങളും ഇവിടെ എത്തിയിരുന്നു. ഫോറസ്റ്റിന്റെ ഈ ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ 2 ട്രിപ്പ് ഇവിടെ മുഴുവനായിട്ട് എത്തിയിരുന്നു. ഇവിടെ വലിയ തിരക്കാണ്. ഇങ്ങോട്ട് പോകുന്നത് തന്നെ ഞങ്ങൾ ഏറ്റവും ആദ്യം തന്നെ ഞങ്ങൾ ഇവിടുന്ന് താഴേക്ക് ഇറങ്ങുകയാണ്. ഇനി താഴേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാഴ്ച, ഇവിടെ ഒരു ബട്ടർഫ്ലൈ വ്യൂ പോയിന്റ് ഉണ്ട്. ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ അവിടെ ബട്ടർഫ്ലൈസിനെ ഒന്നും കണ്ടില്ല. തിരിച്ചു പോകുമ്പോഴാണ് ഇങ്ങോട്ട് വരുന്ന ട്രിപ്പില് ചിലർ നിർത്തുന്ന കണ്ട് ഞങ്ങൾ അവിടെ നിന്നപ്പോഴാണ് കണ്ടത് ബട്ടർഫ്ലൈസിന്റെ വ്യൂ പോയിന്റിൽ ധാരാളം ബട്ടർഫ്ലൈസ് ഉണ്ട്. 1000 ലക്ഷക്കണക്കിന് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളങ്ങനെ ആ കാഴ്ചകൾ കൂടി കണ്ടതിന് ശേഷം ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യും. ബട്ടർഫ്ലൈ വ്യൂ പോയിന്റിലെത്തി ഞങ്ങൾക്കിവിടെ ബട്ടർഫ്ലൈസിന്റെ കാഴ്ചകൾ ഇപ്പോൾ കാണാം. ഇതിലൊരു 3-4 ഐറ്റം മരുന്ന് മേഡം. ഇവരെന്താ നമ്മുടെ മഴപ്പാറ്റ് പോലെയല്ലോ. ഇതൊക്കെ ഒരു വീഡിയോ കണ്ട് മടങ്ങുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി ഞാൻ ഓർപ്പിക്കുന്നു. അതിൽ കുറെ കൂടി അടാ ചുരുട്ടപ്പാമ്പുണ്ടോ നോക്കട്ടെ താഴെ കൂടെ. അത് കുലുങ്ങില്ല സാറേ, അത് വലുതാ. കംപ്ലീറ്റ് ഇതാണ് കുലുക്കം. ഇതാണ്
വാ പക്ഷെ ഇതന്നെയാണ് സ്പോട്ട് പോകുമാരുണ്ട് ചേട്ടാ ഇതന്നെയാണ് പോകുന്ന സ്പോട്ട് ഇതന്നെയാണ് വേറെ എവിടെയും ഉണ്ടോ അത് കരിമ്പുരങ്ങിന് ബാക്കി കംപ്ലീറ്റ് കടപ്പാല്ലേ മല മാത്രമേ അഗളിയുടെ വിവിധ വ്യൂ പോയിന്റുകളുടെ വീഡിയോ ഞാൻ ഈ ചാനലിനകത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരെല്ലാം അത് കാണുക. വളരെ മനോഹരമായ വ്യൂ പോയിന്റ് ആണ് അഗളിയിലുള്ളത്, അട്ടപ്പാടി അഗളിയിലുള്ളത്. ഞാൻ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോയിൽ മറ്റൊരു സ്ഥലമായിട്ട് നമുക്ക് വീണ്ടും കാണാം. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.